കേരളത്തിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ടാണ് SSLC പരീക്ഷ മൂല്യനിർണ്ണയത്തിനുള്ള പുതിയ തീയതികൾ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സുപ്രധാന ഘട്ടങ്ങളുമായി പരീക്ഷാ മൂല്യനിർണ്ണയം ഒരേ സമയം വന്നതാണ് ഇത്തരമൊരു മാറ്റത്തിന് വഴിതെളിച്ചത്. ഭരണ സംവിധാനവും വിദ്യാഭ്യാസവും കലണ്ടറും തമ്മിൽ ഏറ്റുമുട്ടാത്ത രീതിയിൽ വളരെ ശാസ്ത്രീയമായാണ് പുതിയ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. സാധാരണഗതിയിൽ മാർച്ച് മാസത്തിൽ പരീക്ഷകൾ അവസാനിക്കുന്നതോടെ ഏപ്രിൽ ആദ്യവാരം തന്നെ മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ആരംഭിക്കാറാണ് പതിവ്. ഇത്തവണയും ഏപ്രിൽ 6 മുതൽ 25 വരെ മൂല്യനിർണ്ണയം നടത്താനായിരുന്നു പ്രാഥമികമായ തീരുമാനം. എന്നാൽ ഏപ്രിൽ 9 സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നത് ഈ തീരുമാനത്തിൽ വലിയ മാറ്റമുണ്ടാക്കി. കേരളത്തിലെ സ്കൂൾ അധ്യാപകരാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ. പോളിംഗ് ഓഫീസർമാരായും പ്രീസൈഡിംഗ് ഓഫീസർമാരായും ഭൂരിഭാഗം അധ്യാപകരും നിയോഗിക്കപ്പെടുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ ഇവർക്ക് പരിശീലന പരിപാടികളും പോളിംഗ് സ്റ്റേഷനുകളിലെ ക്രമീകരണങ്ങളും പൂർത്തിയാക്കേണ്ടതുണ്ട്. ഏപ്രിൽ 6 ക്യാമ്പ് തുടങ്ങിയാൽ ഏപ്രിൽ 9 തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയെ ഇത് സാരമായി ബാധിക്കും. ഈ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് കണക്കിലെടുത്താണ് മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ഏപ്രിൽ 16 മാറ്റിയത്. പുതിയ ഉത്തരവ് പ്രകാരം ഏപ്രിൽ 16 മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ഔദ്യോഗികമായി ആരംഭിക്കുന്നത്. അധ്യാപകർക്ക് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് ശേഷം ആവശ്യമായ വിശ്രമം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും ക്യാമ്പുകൾ സുഗമമായി നടത്താനും 3 ഘട്ടങ്ങളിലായാണ് ഈ പ്രക്രിയ വിഭജിച്ചിരിക്കുന്നത്. ഒന്നാം ഘട്ടം ഏപ്രിൽ 16 മുതൽ ഏപ്രിൽ 18 വരെ. ആദ്യ 3 ദിവസങ്ങളിൽ പ്രധാന വിഷയങ്ങളുടെ പ്രാഥമിക മൂല്യനിർണ്ണയമാണ് നടക്കുക. ക്യാമ്പുകളുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിനും സ്കീം ഫൈനലൈസേഷൻ കഴിഞ്ഞെത്തിയ ഉത്തരക്കടലാസുകൾ പരിശോധിക്കുന്നതിനും ഈ ഘട്ടം ഉപയോഗപ്പെടുത്തും. രണ്ടാം ഘട്ടം ഏപ്രിൽ 20 മുതൽ ഏപ്രിൽ 25 വരെ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരാഴ്ച പിന്നിടുന്നതോടെ അധ്യാപകർ പുനർസജ്ജരായി ക്യാമ്പുകളിലെത്തും. ഈ ഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഉത്തരക്കടലാസുകൾ മൂല്യനിർണ്ണയം ചെയ്യപ്പെടുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന തീവ്രമായ പ്രവർത്തനങ്ങളായിരിക്കും ഈ ദിവസങ്ങളിൽ നടക്കുക. മൂന്നാം ഘട്ടം ഏപ്രിൽ 27 മുതൽ മെയ് 2 വരെ. അവസാന ഘട്ടത്തിൽ ശേഷിക്കുന്ന ഉത്തരക്കടലാസുകളുടെ പരിശോധനയും മാർക്കുകളും കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളും പൂർത്തിയാക്കും. മെയ് 2 തീയതിയോടെ ക്യാമ്പുകൾ പൂർണ്ണമായും അവസാനിക്കത്തക്ക രീതിയിലാണ് ക്രമീകരണം. പരീക്ഷാഫലം വൈകുന്നത് വിദ്യാർത്ഥികളുടെ ഉപരിപഠനത്തെ ബാധിക്കുമെന്നതിനാൽ വളരെ വേഗത്തിൽ ഫലപ്രഖ്യാപനം നടത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ക്യാമ്പുകൾ മെയ് 2 അവസാനിച്ചാൽ ഉടൻ തന്നെ ടാബുലേഷൻ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി മെയ് 2 വാരത്തോടെ ഫലം പുറത്തുവിടാനാണ് ശ്രമം. ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള അപേക്ഷാ നടപടികൾ കൃത്യസമയത്ത് തുടങ്ങാൻ ഇത് സഹായിക്കും. തിരഞ്ഞെടുപ്പും പരീക്ഷാ മൂല്യനിർണ്ണയം ഒരേ സമയം കൈകാര്യം ചെയ്യുക എന്നത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉത്തരവാദിത്തമാണ്. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി എന്നത് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ്. അതിലൊരു വിട്ടുവീഴ്ചയും സാധ്യമല്ല. പുതിയ ക്രമീകരണം വഴി അധ്യാപകർക്ക് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി കഴിഞ്ഞാൽ ഉടൻ പരീക്ഷാ ജോലിയിലേക്ക് പ്രവേശിക്കേണ്ടി വരുന്നില്ല എന്ന ആശ്വാസമുണ്ട്. ഏപ്രിൽ 9 മുതൽ 16 വരെയുള്ള ഇടവേള അധ്യാപകർക്ക് ആവശ്യമായ തയ്യാറെടുപ്പിന് സമയം നൽകുന്നു. തീയതികളിൽ മാറ്റം വന്നുവെങ്കിലും പരീക്ഷാ ഫലപ്രഖ്യാപനം കാര്യമായി വൈകില്ല എന്നത് വിദ്യാർത്ഥികൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. പരീക്ഷ കഴിഞ്ഞ ശേഷമുള്ള നീണ്ട അവധിക്കാലം ഉപരിപഠനത്തിനുള്ള തയ്യാറെടുപ്പിനായി ഉപയോഗിക്കാൻ ഇവർക്ക് സാധിക്കും. തിരഞ്ഞെടുപ്പ് കാരണം ഉണ്ടാകുന്ന ഈ ചെറിയ മാറ്റം പരീക്ഷയുടെ ഗുണനിലവാരത്തെയോ കൃത്യതയോ ബാധിക്കില്ലെന്ന വിദ്യാഭ്യാസ വകുപ്പ് ഉറപ്പു നൽകുന്നുമുണ്ട്. ഏപ്രിൽ 16 മുതൽ ആരംഭിക്കുന്ന പുതിയ മൂല്യനിർണ്ണയ കലണ്ടർ കേരളത്തിന്റെ വിദ്യാഭ്യാസ ഭരണ രംഗങ്ങളിൽ ഒത്തൊരുമയുടെ മികച്ച ഉദാഹരണമാണ്. ജനാധിപത്യപരമായ കടമകളും വിദ്യാഭ്യാസപരമായ ലക്ഷ്യങ്ങളും ഒരുപോലെ പരിഗണിച്ചുകൊണ്ടുള്ള ഈ നീക്കം മാതൃകാപരമാണ്. മെയ് 2 വാരത്തോടെ ഫലം വരുന്നതോടെ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശന നടപടികൾ തടസ്സമില്ലാതെ മുന്നോട്ട് പോകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം.